ശബ്ദം പറഞ്ഞ് നിലത്തേക്ക് വീഴാനൊരുങ്ങവേ അവളെ താങ്ങിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തിരുന്നു അവളുടെ സ്വന്തം ചാച്ചൻ. നേരത്തെ നടന്ന ഏറ്റുമുട്ടലിൽ ദത്തന്റെ വിശ്വസ്തന്റെ നിലം പതിച്ചിരുന്നു. ഡെവി അവളുടെ അടുത്തായാണ് നിന്നിരുന്നത്. അഗ്നി, ഇനിയും താമസിച്ചാൽ അത് ശരിയാവില്ല, മോളെ എടുക്കടാ, നമുക്ക് കൊച്ചിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലാക്കണം. ഡെവി പറഞ്ഞത് കേൾക്കെ അഗ്നിയുടെ മുഖത്ത് ആ നിമിഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വികാരം നിറഞ്ഞു നിന്നു. ദിയ! അവന്റെ ശബ്ദം ആ 4 ചുവരുകളിലും ഒരുപോലെ പ്രതിധ്വനിച്ചു. ജയ്! അതൊരലർച്ചയായിരുന്നു. അവന്റെ കൈകളാൽ അവളെ കോരിയെടുത്ത് വണ്ടിക്കരികിലേക്ക് ഒരു ഓട്ടമായിരുന്നു. ദേവേട്ടാ, ദിയ വേണ്ട, ഇപ്പൊ ഒന്ന് സംസാരിക്കേണ്ട, അവൻ ശ്വാസനോട് പറഞ്ഞു. ജയ്, പെട്ടെന്ന് പോടാ. ജയുടെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുകി. ഭദ്രയുമായ ഡെവി കാറിൽ അവർക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അഗ്നി ആ അവസ്ഥയിൽ ഒറ്റയ്ക്ക് വിടാൻ ജയ് തയ്യാറല്ലായിരുന്നു. അതിനാൽ ഡെവി തന്റെ കാറിൽ അവർക്ക് പിന്നാലെ തന്നെ ഭദ്രയും കൊണ്ട് പോയിരുന്നു. അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആദി, ഒന്നുമില്ലടാ, നമ്മളിപ്പൊ തന്നെ ഹോസ്പിറ്റലിലെത്തും. ഏട്ടന്റെ കുഞ്ഞൊന്ന് സംസാരിക്കണ്ട, ജയ് മുന്നോട്ട് നോക്കി പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ സ്പീഡ് കൂട്ടി. ദേവേട്ടാ, അവളുടെ കൈ അവന്റെ കവിളിൽ തഴുകിക്കൊണ്ട് പ്രണയത്തോടെ വിളിച്ചു. ദിയ പ്ലീസ്, ഇപ്പൊ നീ സംസാരിക്കണ്ട, നിന്റെ മുറിവ് ആഴത്തിലുള്ളതാണ്. അഗ്നി അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഐ ലവ് യു ദേവേട്ട. ആദി, മോളെ നീ സംസാരിക്കാതെ. ജയ് അവളെ തടഞ്ഞെങ്കിലും അഗ്നിയുടെ വലം കൈ മുറുക്കി പിടിച്ചുകൊണ്ട് ദിയ അവനോടായി ചോദിച്ചു. ഈ അവസാന നിമിഷമെങ്കിലും എന്നോട് സത്യം പറ. ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പ്രണയം വെളിപ്പെടുത്തിക്കൂടെ? ദേവേട്ടൻ എന്നെ സ്വീകരിക്കില്ലേ? മിണ്ടാതിരുന്നോണം. ഉള്ള സിനിമയെല്ലാം കുത്തിയിരുന്ന് കണ്ട് ഡയലോഗ് ഇറക്കല്ലേ. ധീര മൂവി ഏട്ടനും കണ്ടതാ. ജയ് കുറച്ച് ശബ്ദം ഉയർത്തി പറഞ്ഞു. പോടത്തേണ്ടി ഏട്ടാ, നിങ്ങളെന്റെ ഏട്ടത്തെ പ്രപ്പോസ് ചെയ്തത് ചരിത്രമാണ്. അതുപോലെ വരില്ലെങ്കിലും ഞാനും കൂടി ഇങ്ങനെയൊന്ന് വളയ്ക്കട്ടെ. ഏട്ടൻ പോലെ തെണ്ടി. അവൾ ആ അവസ്ഥയിലും ജയ്യെ നോക്കി പല്ല് കടിച്ചു. അഗ്നി ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവന്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു നിന്നു. ദേവേട്ട, ഈ സ്പെക്സ് ഒന്ന് മാറ്റോ? എനിക്കൊന്നുമില്ല ദേവേട്ട. എനിക്കറിയാം ഈ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന്. എൻ്റെ ദേവേട്ടൻ്റെ വേദന മറയ്ക്കാൻ എന്തിന് സ്പെക്സ്? എനിക്ക് ആ കാപ്പിക്കണ്ണുകൾ എന്തിഷ്ടമാണെന്നറിയോ? പ്ലീസ് ദേവേട്ട, അതൊന്ന് മാറ്റോ? എന്നെ ഇഷ്ടമാണെന്ന് ഒന്ന് പറ ദേവേട്ട. ഞാൻ മരിച്ചു പോയാലോ? ദിയ! അഗ്നി ദേഷ്യത്തോടെ അവളെ വിളിച്ചു. പ്ലീസ്, എൻ്റെ ചക്കര ദേവേട്ടനല്ലേ, ഈ സ്പെക്സ് ഒന്ന് മാറ്റോ? അവളുടെ അപേക്ഷിക്കുന്ന പോലെയുള്ള വാക്കുകൾ അവന് കേൾക്കാതിരിക്കാനായില്ല. സ്പെക്സ് മാറ്റിയ ആ നിമിഷം അവൻ്റെ കാപ്പിക്കണ്ണുകളെ നിറഞ്ഞ് കണ്ണുനീർ താഴേക്ക് പതിച്ചിരുന്നു. ദേവേട്ട സ്നേഹിക്കുന്ന പെണ്ണ് ഞാനല്ലേ? അവൾക്കറിയേണ്ടത് എന്നും അതുമാത്രമായിരുന്നു. അഗ്നി ഒന്നും മിണ്ടിയില്ല. അവൻ തന്റെ പ്രണയം തുറന്നു പറയാൻ തയ്യാറല്ലായിരുന്നു. അവളെ തനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ കിട്ടിയതിനു ശേഷം മാത്രമേ അവളോട് തന്റെ പ്രണയം തുറന്നു പറയൂ എന്ന് അഗ്നി ഉറപ്പിച്ചു. ദിയ, നീ എന്നെ പ്രണയിക്കുന്ന സത്യമാണെങ്കിൽ നീ എനിക്ക് വേണ്ടി തിരികെ വരും. ഞാനിപ്പം നിന്റെ മുന്നിൽ മനസ്സ് തുറക്കില്ല. അതിന് നീ എന്നെ നിർബന്ധിക്കരുത്. നീ തിരികെ വന്നു കഴിഞ്ഞ് മാത്രം എൻ്റെ മനസ്സെന്താണെന്ന് നീ അറിയും. അവന്റെ ശബ്ദത്തിൽ വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു. ദേവേട്ട, എൻ്റെ ഏട്ടത്തെ പ്രപ്പോസ് ചെയ്ത പോലെയാണോ? അവൾ കണ്ണുകൾ വിടർത്തി അവനോട് ചോദിച്ചതും അഗ്നി താഴ്ന്നു വന്ന് അവളുടെ ഇളം റോസ് അധരങ്ങളെ അങ്ങനെ തന്നെ നുണഞ്ഞു കഴിഞ്ഞിരുന്നു. ആവേശത്തോടെ അവന്റെ ചുംബനത്തിനൊടുവിൽ അവൻ അവളിൽ നിന്ന് വിട്ടുമാറിയതും കണ്ണും മിടിച്ച് വായും തുറന്ന് അഗ്നിയെ നോക്കിയിരിക്കുകയാണ് പെണ്ണ്. ദേവാ, ഇവിടെ അവളുടെ ആങ്ങളെ ഉണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാ. അവന്റെ ഇഷ്ടം പറഞ്ഞ പോലും ഇല്ല. അതിനു മുമ്പ് ഉമ്മിച്ചിരിക്കുന്നു. ജയ് കളിയാക്കി. പുറത്തെണ്ടിയേട്ടാ, നിങ്ങളെപ്പോലെ എന്തായാലും ആരെങ്കിലും നോക്കിയെന്ന് പറഞ്ഞ് ഗർഭമുണ്ടാക്കുന്നതൊന്നും എന്റെ ദേവേട്ടൻ ചെയ്തില്ലല്ലോ. ജയുടെ വായടഞ്ഞു പോയി. അവൾ കണ്ണു നിറച്ച് അഗ്നിയെ നോക്കി. അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങുന്നത് അവൾ പ്രണയത്തോടെ നോക്കി നിന്നു. അവന്റെ വന്യമായ പ്രണയം അവൾക്ക് ആ കണ്ണിൽ കാണാൻ കഴിയുന്നത് അതായിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു. ദേവേട്ട, എനിക്ക് വേദനിക്കുന്നു. അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. ജയ്! അവന്റെ അലർച്ച ആ കാറിൽ പ്രകമ്പനം സൃഷ്ടിച്ചു. ജയ്യുടെ വിറയാർന്ന കൈ ശക്തമായി സ്റ്റിയറിംഗിൽ മുറുകി. അവന്റെ വണ്ടി ഒരു ഇരമ്പലോട് മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അപ്പോഴും അഗ്നിയുടെ കയ്യിൽ അവൾ ഭദ്രമായിരുന്നു. അവളെ കോരിയെടുത്ത് വിറയാർന്ന കാലടികളോട് മുന്നോട്ടോടുമ്പോഴും അവന്റെ മനസ്സിൽ അവൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും അവളെ ഐസിയുലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. അഗ്നി അടുത്ത് കണ്ട ഹോസ്പിറ്റൽ ബെഞ്ചിലേക്ക് ഇരിപ്പുറപ്പിച്ചു. ജയും അവന്റെ അടുത്ത് ചെന്നിരുന്ന് അവന്റെ കൈയിലായി തന്റെ കൈ ചേർത്ത് പിടിച്ചു. അഗ്നിയുടെ മനസ്സിൽ സംഘർഷത്തിന് കുറച്ചൊന്ന് അയവ് വന്ന പോലെ തോന്നി ജയ്ക്ക് ആ നിമിഷം. പക്ഷെ അഗ്നി തന്റെ മുഖത്തെ ഗൗരവം മാറ്റാതെ അങ്ങനെ തന്നെ ഇരുന്നു. അവന്റെ മുഖം വല്ലാതെ കല്ലിച്ചിരിക്കുന്നത് പോലെ തോന്നി ജയ്ക്ക്. അവളെ ഐസിയുലേക്ക് കയറ്റിവിട്ട നേരം അത്രയും അവൻ ഒന്നും തന്നെ മിണ്ടിയിരുന്നില്ല.
ഇത്രയും കാലം എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ജീവിക്കേണ്ടി വന്നവൻ വേദന ഉള്ളിൽ ഒതുക്കി ഗൗരവം നടിച്ചിരിക്കാനുള്ള അഗ്നിയുടെ കഴിവ് മറ്റാരിലും ജയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അവന്റെ ആ കാപ്പിക്കണ്ണുകളിൽ നനവുണ്ടായിരുന്നു. ഇത്രയും കാലം അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു അവൻ എല്ലാത്തിൽ നിന്നും അകന്നു നിന്നത്. എന്നിട്ടും അകലെ നിന്ന് പോലും അവളെ കാണാൻ കഴിയാത്ത അവസ്ഥ. കണ്ണുകൾ അടച്ച് അവൻ പിന്നിലേക്കൊന്ന് ചാരിയിരുന്നു. ഇതിനു മാത്രം അവനെ അലട്ടുന്ന കാര്യം എന്താകും? ജയ്ക്ക് അത് മനസ്സിലാകുന്നില്ലായിരുന്നു. കണ്ണടച്ചിരുന്ന അഗ്നിയുടെ മുന്നിൽ ആ കൊച്ചു പെൺകുട്ടി മാത്രം നിറഞ്ഞു നിന്നു. അവളെ അമ്പലക്കുളത്തിൽ നിന്ന് രക്ഷിച്ച് എടുത്തുയർത്തുന്നത് വരെ തന്റെ ഹൃദയം വല്ലാതെ മിടിച്ചത് അവൻ അറിഞ്ഞിരുന്നു. അവളോടുള്ള പ്രണയം അവൻ ഓരോ നിമിഷം അറിഞ്ഞിരുന്നു. അവളെ കണ്ടു മടങ്ങുമ്പോഴും അത് പ്രണയമെന്ന വികാരമാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. കാണാതിരുന്നപ്പോൾ പിന്നെയും ഹൃദയം മന്ത്രിച്ചത് അവളെ ഒന്ന് കാണണം എന്ന് തന്നെയായിരുന്നു. അഗ്നിയുടെ കൺകോളിൽ നിറഞ്ഞു നിന്നിരുന്ന മിഴിനീർ താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നു. അവൻ അപ്പോഴും അവളുടെ ഓർമ്മകളിലായിരുന്നു. ഒട്ടൊരു നേരത്തിന് ശേഷം ഐസിയുവിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നിരുന്നു. അഗ്നിയും ജയും പരിചയമുള്ള ഡോക്ടർ ആയതിനാൽ അദ്ദേഹത്തിന് ആദ്യയുടെ കൂടെ വന്നവരെ അന്വേഷിക്കേണ്ടി വന്നില്ല. ആകാംക്ഷയോടെ ജയ് ഡോക്ടറിന്റെ അടുത്തേക്ക് നീങ്ങിയപ്പോഴും അഗ്നിയുടെ ഇരിപ്പ് അങ്ങനെ തന്നെ തുടർന്നിരുന്നു. സർ, എത്രയും പെട്ടെന്ന് ഓ പോസിറ്റീവ് ബ്ലഡ് അറേഞ്ച് ചെയ്യണം. ആദ്യയുടെ ശരീരത്തിൽ നിന്ന് ഇപ്പൊ തന്നെ ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട്. ആഴത്തിലുള്ള മുറിവാണ് ആ കുട്ടിക്ക്. ജയുടെ ബ്ലഡ് ഓ പോസിറ്റീവ് ആയിരുന്നില്ല, അതുപോലെ അഗ്നിയുടേതും. ഡെവിയുടെ പക്ഷേ അതേ ബ്ലഡ് ഗ്രൂപ്പ് ആയതിനാൽ അവൻ തന്നെ കൊടുത്തിരുന്നു. പിന്നെ ഫദ്രയുടെ കാര്യം പറയാൻ മറന്നതല്ല കേട്ടോ. ഫദ്ര ഡെവി ജയ്ക്കും അഗ്നിക്ക് പിന്നാലെ തന്നെ കൊണ്ടുവന്നിരുന്നു. 1-2 ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ടെസ്റ്റിന്റെ റിസൾട്ട് ഉടനെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ക്ഷീണം മാറാൻ ഡ്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുകയാണ്. ഡെവി ഫദ്രയുടെ അടുത്ത് നിന്ന് പോയതിനാൽ ആ സമയം അത്രയും ജയ് ആണ് അവളുടെ കൂടെ ഇരുന്നത്. ഇരട്ടി വേദനയായിരുന്നു ജയ്ക്ക് ആ നിമിഷം. ഫദ്രയുടെ ഉള്ള ദേഷ്യത്താൽ അവൻ അവളോടൊന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ ഗൗരി ഫദ്ര കിടത്തിയിരിക്കുന്ന റൂം തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു. അവൾക്ക് VIP റൂം തന്നെയാണ് ജയ് ഒരുക്കിയിരുന്നത്. അവൾ കുറെ നേരമായി കണ്ണു തുറന്ന് കിടക്കുന്നു. ആദിയുടെ കാര്യം ഡെവിയോട് ചോദിച്ചറിഞ്ഞിരുന്നു. ആദിയുടെ അവസ്ഥ അറിയവേ അവളുടെ ഉള്ളിൽ വല്ലാത്ത വേദന പടർന്നിരുന്നു. ജയ് വന്നതിന് ശേഷം തുടങ്ങിയ മുഖവീർപ്പിക്കലാണ്. എല്ലാത്തിലും ഒരു തരം ദേഷ്യമായിരുന്നു അവളിൽ. ഫദ്രയ്ക്ക് വയ്യാതിരിക്കുന്നതിനാൽ ജയ് ആ സമയം ദേഷ്യപ്പെടാൻ നിന്നില്ല. വീട്ടിലെത്തിയിട്ടായിരിക്കും നല്ലതെന്ന് അവന് തോന്നിയിരുന്നു. അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു. ഡോക്ടർ ഗൗരി അവർക്കടുത്തേക്ക് ചെന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് ശ്രീ ഫദ്ര? അവർ വളരെ ആർദ്രമായി ചോദിച്ചതും ജയ് ആണ് മറുപടി നൽകിയത്. കൂടുതൽ എന്താ, തൊട്ടനെ പിടിച്ചതിന് മെല്ലെ ദേഷ്യമാണ്. ഓരോന്നിൽ പോയി ചാടിക്കോളും, ഇവൾക്കൊന്നും അറിയണ്ടല്ലോ, ജയ് ദേഷ്യത്തോടെ പറഞ്ഞതും അത് കാണെ ഫദ്രയുടെ ചുണ്ടിൽ പരിഭവത്താൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. ഇനി സാർ അധികം ദേഷ്യപ്പെടാൻ നിൽക്കേണ്ട കേട്ടോ. യു ആർ ഗോയിങ് ടു ബി പേരൻസ്, കൺഗ്രാറ്റുലേഷൻസ്. ഡോക്ടർ അത് പറയവേ ഒരു നിമിഷം ആ മുറി നിശബ്ദമായി. ജയുടെ കണ്ണുകൾ ഒരു വേള നിറഞ്ഞുപോയി. ആദ്യമായി അറിയുന്ന വികാരം, അതെ, അച്ഛൻ എന്ന വികാരം. എങ്കിലും പൂർണ്ണമായി സന്തോഷിക്കാൻ കഴിയില്ലല്ലോ. അതേക്കുറിച്ച് ഓർക്കവേ അവന്റെ ഉള്ളമൊന്നു നേറി. അല്പസമയത്തിന് ശേഷം ഡോക്ടർ പോയതും വിറയാർന്ന കൈകളാൽ അവളുടെ ഉദരത്തിലേക്ക് അവന്റെ കൈ ഒരു തലോടലായി മാറിയിരുന്നു. തന്റെ കുഞ്ഞു കിടക്കുന്നിടം. വാവേ, അച്ഛയുടെ മുത്തേ. വാത്സല്യത്തോടെ അവൻ വിളിച്ചുകൊണ്ട് അവളുടെ വയറ്റിലായി ചുംബിച്ചു. തന്റെ കുഞ്ഞിനായി കൊടുക്കുന്ന ആദ്യ ചുംബനം. അവൻ ഒന്നുയർന്നു വന്ന് ഫദ്രയുടെ മുഖം മുഴുവൻ ചുംബിച്ചു. അവൾ തിരികെ ചുംബിച്ചില്ല. അവന്റെ സ്നേഹ ചുംബനം ആസ്വദിക്കുകയായിരുന്നു ആ പെണ്ണ്. ഫദ്രയുടെ ഒരു കൈ അവളുടെ വയറ്റിലും മറുകൈ അവന്റെ മുടിയിലുകളിലും തഴുകിക്കൊണ്ടിരുന്നു. അവന്റെ അവസ്ഥ അറിഞ്ഞെന്ന പോലെ. കാരണം ഇരുവരും ഒരുപാട് ആഗ്രഹിച്ച നിമിഷമായിരുന്നു ഇത്. ആ നിമിഷം അവൻ മറ്റൊരാളായിരുന്നു. പകയോ ദേഷ്യം ഒന്നുമില്ലാത്ത ഒരച്ഛൻ മാത്രമായിരുന്നു. ഫദ്ര അവന്റെ സന്തോഷം നോക്കി കാണുകയായിരുന്നു. ഇപ്പൊ വേണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടോ പെണ്ണെ? അവൻ അവളുടെ മൗനത്തെ ഭേദിച്ചുകൊണ്ട് ചോദിച്ചതും അവനെ നോക്കി കണ്ണുരുട്ടി ഫദ്ര. ഭദ്രകാളി. അവളെ നോക്കി അവൻ കളിയാക്കി. ട്രിപ്പ് കഴിഞ്ഞതും ഭദ്ര കുറച്ചൊക്കെ ഓക്കെ ആയിരുന്നെങ്കിലും തലകർക്കം വിട്ടുമാറിയിരുന്നില്ല. കണ്ണേട്ടാ, നമുക്ക് ആദ്യയുടെ അടുത്തേക്ക് പോകാം. എനിക്ക് അവളെ ഒന്ന് കാണണം. ഭദ്ര അവനോടായി പറഞ്ഞതും ഇപ്പൊ കയറാൻ കഴിയില്ല പൊന്ന, മോൾക്ക് ഇൻഫെക്ഷൻ എന്തെങ്കിലും ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് അവൾ ഒന്നും പറഞ്ഞില്ല. ഭദ്ര നോക്കിയതും അവളെ നിർബന്ധിച്ച് ജയ് ഡെവിയുടെ കൂടെ പറഞ്ഞു വിട്ടിരുന്നു. ജയ് നേരത്തെ തന്നെ ഭദ്രയുടെ കാര്യം എല്ലാവരോടും അറിയിച്ചിരുന്നു. അതുപോലെ ആദിയുടെ കാര്യം. ജയുടെ വീട്ടിൽ നിന്ന് അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ജയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പോകുന്ന വഴി അവൾക്ക് ഇന്ന സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഡെവിയോട് നിർദ്ദേശിച്ചിരുന്നു ജയ്. അത് കേൾക്കെ ഡെവി അവനെ നോക്കി കണ്ണുരുട്ടി. അത് നീ പറഞ്ഞു തരണമെന്നില്ല അളിയ. എന്റെ കൊച്ചിനെ നോക്കാൻ എനിക്ക് നന്നായി അറിയാം. നീ ഒന്ന് പോയടവുവേ.
അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവന്റെ വയറ്റിൽ ചെറുതായി ഒന്ന് പഞ്ച് ചെയ്ത് ഡെവി പറയവേ ജയുടെ ചുണ്ടോരം ഭംഗിയായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒരുപാട് ഹാപ്പി ആയിടാ. ഡെവിയുടെ കണ്ണുകൾ ഒരു വേള നിറഞ്ഞു പോയി. ജയ് ഡെവിയെ ഇറുക്കി പുണർന്നിരുന്നു. ആ നിമിഷം സ്വന്തം രക്തമല്ലെങ്കിൽ പോലും ഡെവിയെ പോലെ സ്നേഹിക്കാൻ അവന് മാത്രമേ കഴിയൂ എന്ന് ഒരു വേള ജയ് ചിന്തിച്ചു പോയി. ഫദ്രയെ ഒപ്പം കൂട്ടി അന്നു മുതൽ അവൾക്കെല്ലാമായിരുന്നു അവളുടെ ചാച്ചൻ. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. 3 സഹോദരന്മാരുണ്ടായിട്ടും അവൾക്ക് എന്നും ഉണ്ടായിരുന്നത് ഇവൻ മാത്രമാണ്, ഡെവി മാത്രം. ഡെവിയോട് ഫദ്രയോടുമുള്ള നേരിയ ദേഷ്യം പോലും ജയ് പാടെ മറന്നിരുന്നു. തന്റെ കുഞ്ഞ് ജയുടെ ഹൃദയം കുഞ്ഞിനെ തുടിച്ചിരുന്നു. അവർ പോയതിനു ശേഷം അഗ്നിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു ജയ്. മുന്നോട്ട് നോക്കിയിരിക്കുകയായിരുന്നു അവൻ. ആ നിമിഷവും പെട്ടെന്നായിരുന്നു ഐസിയുന്റെ ഡോർ തുറക്കപ്പെട്ടത്. ആ നിമിഷം അഗ്നി ഡോക്ടറുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. സർ വരൂ. അദ്ദേഹം തന്റെ റൂമിലേക്ക് കയറി. ഒപ്പം ജയും അഗ്നിയും. ആദ്യയിൽ ആഴത്തിലുള്ള മുറിവാണ് പതിച്ചിരിക്കുന്നത്. മതി, നിർത്ത്. എനിക്ക് അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷനാണ് അറിയേണ്ടത്, അല്ലാതെ വേറൊന്നും എനിക്ക് അറിയണ്ട. അഗ്നിയുടെ ഗൗരവം നിറഞ്ഞ സ്വരം ആ റൂമിലാകമാനം മുഴുകി കേട്ടു. അത് കേട്ട നിമിഷം ജയ് അവനെ തടഞ്ഞു. ദേവ, അദ്ദേഹം പറയട്ടെ. അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നോക്കി. കത്തുന്ന നോട്ടമായിരുന്നു അതിന് മറുപടിയായി അവൻ കൊടുത്തത്. അല്ലെങ്കിലും നോട്ടം കൊണ്ട് അഗ്നി ഇരുത്തിക്കളയും. എനിക്കൊന്നും അറിയണ്ട, അവളെ തിരിച്ചു തന്നിരിക്കണം. അതിനായിരിക്കണം നിങ്ങൾ എന്നെ വിളിക്കാൻ, അവൻ താക്കീതോടെ പറഞ്ഞു.